ജാൻമണി രതീഷിനോട് ചെയ്തതും രതീഷ് സുരേഷിനോട് ചെയ്തതും ഒരേ കാര്യം തന്നെയാണ്, പോയി കെട്ടിപ്പിടിച്ചു. അല്ലാതെ വേറെ ഒരു ചുക്കും ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിലെ ഒരു പ്രശ്നം രതീഷിന്റെ ചിന്താഗതിയാണ്. വേറുള്ള എല്ലാ സ്ത്രീകളും എന്റെ പെങ്ങന്മാരാണ്, നിങ്ങൾക്ക് എന്നെ കെട്ടിപ്പിടിക്കാം, പക്ഷെ ജാൻമണി ചെയ്താൽ അത് ഞാൻ സഹിക്കില്ല, ക്ഷമിക്കില്ല. ആ ഒരു പോയിന്റ് ആണ് ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റിലെ പ്രശ്നം. പുള്ളിയുടെ പഴഞ്ചൻ മൈൻഡിന് ഒരു ട്രാൻസ് യുവതി പുള്ളിയെ വന്ന് കെട്ടിപ്പിടിച്ചത് ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജാംബവാന്റെ കാലത്തുള്ള ആ ഒരു തോട്ടാണ്. പിന്നെ ഉള്ളത് സുരേഷുമായിട്ടുള്ള പ്രശ്നമാണ്. രണ്ടുപേരും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആണുങ്ങളാണ് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. രതീഷ് എന്ന് സുരേഷിനെ കെട്ടിപ്പിടിച്ചത് പ്രശ്നമാക്കിയത് സുരേഷാണ്, അസോൾട്ട് എന്നൊക്കെ പറഞ്ഞ്. രണ്ടുപേരും സ്ട്രെയിറ്റ് ആണെങ്കിൽ പിന്നെ ഇതിൽ എന്താണ് പ്രശ്നം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. രതീഷ് പുള്ളിയെ കെട്ടിപ്പിടിച്ചപ്പോ പുള്ളിക്ക് വേറെന്തെങ്കിലും ഫീൽ ചെയ്തത് പുള്ളി ഗേ ആയോണ്ടായിക്കൂടെ? ഞാനൊരു സിമ്പിൾ ലോജിക്ക് വെച്ച് പറയുകയാണ്, ആരെയും ന്യായീകരിക്കുന്നതൊന്നുമല്ല. സുരേഷ് മേനോൻ എന്ന കണ്ടസ്റ്റന്റ് ഈ ഒരു പ്രശ്നം കണ്ടന്റ് ആക്കിയത് തന്നെ ജാൻമണിയുടെ ഈ ഒരു കേസ് പിറ്റേ ദിവസം ഉള്ളത് കൊണ്ടാണ്. രതീഷിനോടുള്ള ഒരു ഗ്രഡ്ജ് വെച്ച് അതിന്റെ അഡ്വാൻറ്റേജ് എടുത്തതാണ് എന്നും പറയാം. ഇപ്പൊ പോലും ഈ ഒരു അസോൾട്ട് കാർഡ് എടുത്തിട്ടത് സ്ട്രെയിറ്റ് ആണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സുരേഷ് മേനോൻ തന്നെയാണ്, അല്ലാതെ രതീഷ് അല്ല. ജാൻമണി വിഷയം കരിവാക്കി രതീഷിനെ കരിവാരിത്തേക്കാനുള്ള നമ്പറാണ് സുരേഷ് അണ്ണന്റെ. പക്ഷെ ആസ് എ വ്യൂവർ എനിക്ക് ജാൻമണി വിഷയം വേറെ ആയിട്ടും ഇത് വേറെ ആയിട്ടുമാണ് തോന്നുന്നത്. ഇതിൽ ഞാൻ ബ്ലെയിം ചെയ്യുന്നത് സുരേഷിനെ തന്നെയാണ്. കാരണം രതീഷ് 100 തവണ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം എന്റെ ബ്രദറാണ്, ആ രീതിയിലാണ് ഞാൻ കെട്ടിപ്പിടിച്ചത്, ആരെങ്കിലും എന്നെ വിശ്വസിക്കൂ എന്നൊക്കെ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. എന്തായാലും രതീഷും ജിൻഡോയും ഇപ്പോ ജയിലിൽ കയറിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെ നടക്കുമോ എന്തോ. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.